ഇപ്പൊ എന്നിട്ട് വിളിക്കണവരെ ഇപ്പൊ നീ എന്ത് വിളിച്ചേ? മന്ദാരം മന്ദാരം തുറന്നു. നീ വേണമെങ്കിൽ നല്ലൊരു ഡ്രസ് ഇട്ടു കേട്ടോ. എന്താ ഇവിടെ ബഹളം? ഇവിടെ അഭിനയം ഉണ്ടല്ലോ ഇവിടെ ചിലര്. അവൻ അഭിനയിക്കണുണ്ടല്ലോ. നിന്റെ വിചാരം നീ കീറി പൊളിച്ച് കറിയാന്നല്ലേ? അല്ല, ചെക്കബാത് കളിച്ചിണ്ടാ. അപ്പാപ്പടെ അമ്മമ്മക്ക് ചങ്കതാവണെന്ന് നീ പോണതാലോചിച്ചത്. ചങ്കതാവനെന്ന് നിനക്ക് ചങ്കതാവണ്ടാ? മമ്മി ഇടയ്ക്ക് പുറത്തേക്ക് ഇവിടെ ഒക്കെ ഇറങ്ങി നടക്കുന്നല്ലോ, അതുകൊണ്ട് നടന്നാ. മമ്മിക്ക് കൊറേ ചെടി ഉണ്ടായാലും ഇപ്പൊ എന്താ ചെടിയില്ലാത്ത? ഇപ്പൊ ഇതില് ഫുൾ മറ്റേ നാരങ്ങ. ഇത് നാരങ്ങല്ലേ? ഇത് നാരങ്ങ. നാരങ്ങളും കുടിക്കാൻ പറ്റണ എല്ലാം എനിക്ക് നാരങ്ങയാ. ചൈനയാണോ ജപ്പാനാണോ എനിക്ക് പ്രശ്നമല്ല. നമുക്കിന്ന് കാറ് കഴുകണം മമ്മി. നല്ല കളറതിന്റെ അല്ലേ? എന്നിട്ട് ഓർക്കിഡല്ലേ? ഇവിടെ ഒന്നും ഇങ്ങനെ കല്ലിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പണ്ട്. ഫുൾ ചെടി എന്ന് പറഞ്ഞാൽ ഫുൾ ചെടിയായിരുന്നു. അമ്മാതിരി ചെടിയായിരുന്നു. ചെടിയുള്ള വീടുന്നായിരുന്നു അറിയപ്പെടാൻ. ഇപ്പൊ ചെടിയില്ലാത്ത വീടായി. ഇപ്പൊ ചെടിയില്ലാത്ത വീടായി. തെക്കമാതെന്ത് തെക്കണേ? അപ്പാപ്പന്റെ ബുള്ളറ്റ് നോക്കണേ. അപ്പാപ്പന്റെ ബുള്ളറ്റ് നോക്കണേ തെക്കമാത്. കൊണ്ടുപോവോ? ഓ ചോച്ചു കൊണ്ടുപോവോ? നീ ഗുജറാത്തിക്ക് കൊണ്ടുപോവോ? കൊണ്ടുപോവോ? ഓ ചോച്ചു ബുള്ളറ്റ്. എന്റെ മോനെ കൊച്ചു ചിരിച്ചിട്ട് നാണം വന്നവന്. ആ പിന്നണ്ടു ചിരിയാന്നതിയോ? അത് നാണം വന്ന്. വല്യമ്മനെ കൊണ്ടുപോവോ ഗുജറാത്തില്? കൊണ്ടുപോതാ വല്യമ്മേനെ ഒന്ന് കൊണ്ടുപോതാ. വലിയ ചെക്കമാതാമേ. വല്യമ്മേനെ ചീത്ത പറയുന്ന ആൾക്കാരെ കൂച്ചാനുള്ള ചെക്കനത്. വല്യമ്മേനെ ചീത്ത പറയുന്ന എല്ലാതും ഓച്ചിട്ട് നമുക്ക് നീ ചോദിക്കണോട്ടാ. അതാ എന്റെ വല്യമ്മേനെ. വല്യമ്മോന് ചീത്ത പറഞ്ഞേ. എന്റെ വല്യമ്മോനെ ആരാടാ ചീത്ത പറഞ്ഞേ? ചോദിച്ചില്ലേ? പിന്നല്ല, ഇത് ഭയങ്കര ഫാൻസി സാധനമാണല്ലോ മമ്മി. ഡയറ്റീഷ്യന്റെ അവക്കടെ ഡയറ്റീഷ്യൻ കൊടുത്തേക്കണതാ. ഡയറ്റീഷ്യന്റെ ഫുൾ സീക്രട്ട് നമ്മളോട് പറഞ്ഞു തരില്ലെന്ന്. സത്യം പറയാലോ, നാട്ടിൽ വന്നതിന് ശേഷം ഒടുക്കത്തെ അലച്ചിലാണ്. ഇവിടത്തെ ചൂടും പൊല്യൂഷനും പൊടിയൊക്കെ ആയിട്ട് ആകെ സ്കിൻ പോയി കിടക്കായിരുന്നു. അതും മാത്രല്ല ഇവിടത്തെ സ്ട്രെസ്. അതിനെ പറ്റി ഞാൻ പിന്നെ പറയണ്ടല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്ളോഗ് തീരൂല. ഈ സ്ട്രെസ് കാരണം എന്റെ സ്കിന്നും ആകെ ഡള്ളും ഡീഹൈഡ്രേറ്റഡ് ഒക്കെ ആയിരുന്നു കേട്ടോ. അതിന് പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ഇതാണ് മാമാ എർത്തിന്റെ ചിയ ഹൈഡ്ര കാം ഫേസ് പാക്ക്. ഇതിൽ ചിയ സീഡ്സ് ഹൈഡ്രേഷന് നല്ലോണം സപ്പോർട്ട് ചെയ്യും കേട്ടോ. അത് മാത്രല്ല സെറമൈഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ ബാരിയർ നല്ലോണം സ്ട്രെങ്തൻ ആക്കുകയും ചെയ്യും. പിന്നെ ഇത് നാച്ചുറൽ ആണെന്ന് മാത്രമല്ല ഇത് വന്നിട്ട് സ്കിൻ ഫ്രണ്ട്ലി കൂടിയാണ്. ഒപ്പം നോൺ ഇറിറ്റേറ്റിംഗും. പിന്നെന്ത് വേണം? ഈ ചിയ ഹൈഡ്ര കാം ഫേസ് പാക്ക് നമുക്ക് കുറച്ചൊന്ന് ലിറ്റ്മസ് പേപ്പറിൽ എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ? ഇത് വന്നിട്ടൊരു കൂളിംഗ് ആൻഡ് സൂത്തിങ് ഫീൽ ആണ് കേട്ടോ. പിന്നെ ഒരു നാച്ചുറൽ ഗ്ലോയും കിട്ടും. കണ്ടോ, ഇത് സക്സസ്ഫുള്ളി പാസ് ആയിരിക്കാട്ടോ. ഈ ഫേസ് പാക്കിന്റെ ടെക്സ്ചർ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. ഭയങ്കര നാച്ചുറൽ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന DIY ഫേസ് പാക്സ് ഇല്ലേ, അതിന്റെയൊക്കെ ഒരു ടെക്സ്ചറാ. ഈ മാമാർത്ത് ബ്രാൻഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ കസ്റ്റമേഴ്സിന് അവർക്ക് എന്താണ് വേണ്ടത്, അതായത് അവർക്ക് ഇപ്പൊ ഡീഹൈഡ്രേറ്റഡ് ആണോ, അതോ പിഗ്മെന്റഡ് ആണോ, ആക്നി മാർക്സ് ഉണ്ടോ, എന്താണോ കസ്റ്റമേഴ്സിന്റെ ആ കൺസേൺ, അതനുസരിച്ചിട്ട് അവർ പ്രോഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്ത് ഇറക്കും. അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിട്ടോ. പിന്നെ ഈ മാസ്ക് ആക്ച്വലി എന്റെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയും ഒരു ഹൈഡ്രേഷനും ഒക്കെ തന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഫസ്റ്റത്തെ 2-3 യൂസിൽ തന്നെ ജെനുവിൻലി എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണത്. വെറുതെ വന്നിട്ട് ഇങ്ങനെ ഞാൻ ഇരുന്ന് പറയണതല്ല ആക്ച്വലി. അപ്പൊ ഗൈസ് ഒരു എക്സൈറ്റിംഗ് ന്യൂസ് കൂടി ഉണ്ട്. അജയ് 2025 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് മാമാർത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 20% ഓഫ് ഉണ്ട്. അത് മാത്രമല്ല മാമാർത്തിന്റെ പ്രോഡക്ട്സ് ഫ്ലിപ്കാർട്ട്, നൈക്ക, ആമസോൺ ആൻഡ് പേർപ്പിളിൽ അവൈലബിൾ ആട്ടോ. അങ്ങനെ വാവയൊക്കെ നല്ല ഉറക്കത്തിലാട്ടാ. അപ്പൊ അമ്മും കുറച്ചേരം ഉറങ്ങും. കാരണം വാവ ഉറങ്ങുന്ന സമയത്ത് അവൾക്കും മര്യാദയ്ക്ക് അങ്ങ് ഉറങ്ങാൻ പറ്റുള്ളൂ. സാധാരണ അവൻ ഈ നേരമൊക്കെ ആവുമ്പോഴേക്കും ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം, കുളിപ്പിക്കണൊക്കെ സമയമാട്ടാ. പക്ഷെ അവനെന്തോ കുളിക്കാൻ മടിയുണ്ട്. അപ്പൊ അവൻ ആ സമയമായപ്പോ കയറി കിടന്ന് ഉറങ്ങിയതാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോ ഓൺ വോയിസ് ആ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എഴുതി വെക്കും എന്താ പറയണ്ടേന്നുള്ളത്. അപ്പൊ ഞാൻ അതങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തെ ഓക്കെ ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഈ ഒരു ടിപ്പ് നല്ലതായിരിക്കും. കാരണം നമുക്ക് കണ്ടന്റ് എന്താന്നുള്ളത് കിട്ടുമ്പോൾ നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ മറന്നു പോകും. പിന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ട്സ് എഴുതി വെച്ചില്ലെങ്കിൽ എനിക്കിട്ടാം, ഞാൻ മറന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് എഴുതാന്ന്. അപ്പൊ അത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് കഴിഞ്ഞു. അങ്ങനെ നമുക്ക് നാരങ്ങാച്ചോറ് ഉണ്ടാക്കാം. നാരങ്ങാച്ചോറും സോയാ ചങ്ക്സും പിന്നെ തൈരും മുളകും ഒക്കെയാണ് എന്റെ ഇന്നത്തെ ഫേവറേറ്റ്. ഇന്നത്തെ ഫേവറേറ്റ് അല്ല, ഇന്ന് എനിക്ക് കഴിക്കാൻ അതാ തോന്നണേ. അപ്പൊ ഞാൻ വിചാരിച്ചു നാരങ്ങ ഉണ്ടാവാമോ, ഇല്ലെങ്കിൽ അപ്പനെ വിടേണ്ടി വരും. പിന്നെ നാരങ്ങാച്ചോറ് സാധാരണ എല്ലാവരും മറ്റേ ബസ്മതി റൈസിലായിട്ട് ഉണ്ടാക്കണേ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. എന്ത് ചോറാണോ ഉണ്ടാക്കിക്കണം മിക്കപ്പോഴും മറ്റേ നമ്മുടെ മട്ട റൈസ് ആയിരിക്കും. ആ റൈസ് വെച്ചിട്ട് തന്നെയാ ഞാൻ നാരങ്ങാച്ചോറ് ഉണ്ടാക്കാറ്. കൊച്ചിനെ കുളിക്കാൻ വളരെ ഇഷ്ടമായതുകൊണ്ട് അവൻ കറക്റ്റ് ആ സമയം ഇപ്പൊ കിടന്നുറങ്ങി.
ഇപ്പൊ എഴുന്നേക്കാൻ പറഞ്ഞാൽ മനസ്സിലായി, ഇപ്പൊ പിടിച്ച് കുളിപ്പിക്കുന്നു. ആ ഒരു പ്രശ്നമാണ് കാണുന്നത്. എന്റെ നാരങ്ങാച്ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു, ആവണില്ല, അടുപ്പത്തേക്ക് കയറ്റിയിട്ടില്ല, എല്ലാം കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ സോയാ ചങ്ക്സ് ഒക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ലില്ല, എന്റെ മുന്നേ കുപ്പിച്ചെന്നില്ലതാ. അയ്യോ, പുലികളാണ് ഇവിടുന്ന്. അവനെ ഗൈസ്, അവിടെ കാത്തൂന്റെ സൗണ്ട് സ്റ്റിൽ നിങ്ങൾ കേൾക്കണ്ടാവും. അവനെ എണ്ണ തേപ്പിച്ചുകൊണ്ടിരിക്കുക, കുറെ മൈക്കനെ കരച്ചിലാണ്ട് അവൻ ഇങ്ങനെ കാറുകൾ വീണ്ടും കിടന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലം അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പഴേ തന്നെ വയറ് കത്തി തുടങ്ങി. ഇതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ ലേറ്റ് ആവും. അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് സെറ്റ് ആക്കട്ടെ. അങ്ങനെ നമ്മുടെ നാരങ്ങ ചോറും സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്യാനുള്ള മാരിനേഷൻ കഴിഞ്ഞു. സാമ്പാറാ? ഓ, ഇവിടെ ഒരു 10 പേർക്ക് 10 തരത്തിലുള്ള ഫുഡാണ് എല്ലാവരും ഉണ്ടാക്കണേന്ന് മാത്രം. ഇന്ന് എനിക്ക് കൊതിയായതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളൂ ഈ സാധനം, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഞാനും കഴിക്കാറ്. ഇത് സാമ്പാറാ? ഇതെന്തുണ്ട് സാധനം? സാമ്പാറിലിടുന്ന ചീര. എന്റെ പേരെന്താ അങ്ങനെ? എന്നാലും ഒരു നല്ല സ്മെല്ലാ. ഞാൻ ഈ നാരങ്ങാച്ചോറ് കണ്ടിട്ട് തിന്നാനും തോന്നുന്നു. അപ്പൊ ഈ നാരങ്ങാച്ചോറും സോയാ ചങ്ക്സും കൂടെ ഞാൻ തിന്നാൻ പോണു കേട്ടോ. നമ്മി കഴിക്കില്ലേ? തൈര്, ഉപ്പ്. ഈ നമ്പർ സുനിൽ അയച്ചു കൊടുക്കണം. ഗൈസ്, അപ്പൊ തൈരും കൂട്ടി നമുക്ക് നമ്മുടെ അടിപൊളി നാരങ്ങാച്ചോറ് കഴിക്കാം വിത്ത് സോയാ ചങ്ക്സ്. പുലി പോലെയുണ്ട്. നമ്മുടെ നാട്ടിൽ പുലി ഇറങ്ങി ഗൈസ്. ഇപ്പൊ നേരെ ചാലക്കുടി പോയിട്ടുണ്ടെന്ന് കേക്കുണ്ട്. ഇതുവരെ അതിനെ പിടിച്ചിട്ടില്ല. പിടികിട്ടാ പുള്ളിയാണ് ഈ പുലി. കുറെ നാളായി കറങ്ങി നടന്നു. 4 കെട്ട് ദേവമാതയുടെ അവിടെ ചെറങ്ങര എവിടേക്കോ സഞ്ചരിക്കുന്ന ഒരു പുലി. ഇതുവരെ മനുഷ്യനെ കണ്ടിട്ട് എത്തിക്കില്ല. ആരൊക്കെ കണ്ടു എന്ന് പറയണ്ട കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള മട്ട റൈസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. എന്ത് അടിപൊളി. സുനിൽ സ്വീകരിക്കാം. ടെക്നോളജിയിൽ വളരെ വളർന്നുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് വരാറ്. നോക്കിക്കാൻ ആദ്യം നമ്പർ വയ്ക്കണം ഫ്രണ്ടിന്. സിമ്പിൾ കാര്യമാണ്. പ്രായം മനുഷ്യനറിയില്ല, എന്ത് ചെയ്യാനാ. മമ്മി, അപ്പൊ ഞാൻ കുറച്ചു നേരം കിടക്കാൻ പോണു. ശരി, ഞാൻ പോണു. മമ്മിയുടെ പറയും, മമ്മി ഞാൻ പോയി കിടക്കണം കുറച്ചു നേരം. അപ്പൊ ആദ്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി ക്ഷീണിച്ചു പോയി കിടക്കാൻ സമ്മതിക്കില്ല. ഞാനും അന്നയും കൂടെ നടക്കാൻ വേണ്ടി പോവാട്ടോ. ഇവിടെ ചെറങ്ങരയില് പുലി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ എനിക്ക് നടക്കാൻ പോവാൻ പറ്റണില്ല. ഇപ്പൊ ചെറങ്ങരയിലെ പുലി ഇപ്പൊ കാടൂത്തിയില് ചാലക്കുടിയില് അങ്ങനെ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. പിടികിട്ടാ പുലി തന്നെയാണ്. അവള് ഷട്ടിൽ ബാറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ കളിക്കാൻ പറ്റില്ല, ഉദ്ഘാടിക്കാൻ പറ്റിയില്ല. നാളെ അതാവാം. ഇന്ന് എന്തായാലും ചെറങ്ങര വരെ നടക്കാം. അന്ന വന്നില്ലെന്ന് പറഞ്ഞു, ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് ആയുള്ളൂ. ഞാൻ എന്തായാലും നടന്നിട്ട് വരാം, എനിക്ക് ഉറക്കം വരൂല. പുലിനെ പിടിച്ചിട്ട് വരാം. മമ്മീനെ വേറൊരു ഫ്രെയിമിൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഫുൾ ടൈം ഈ ഫ്രെയിമിൽ തന്നെയാണോ കുക്ക്? ഇതെന്ത് സാധനം? അന്നയുടെ ആപ്പ് എനിക്കില്ല. അല്ല, ഇതെന്തുട്ട് ശരിക്കും സാധനം ഉണ്ടോ? ആ, താമരമുട്ട്. ഗൈസ്, അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അന്ന ഇവിടെ ഭാവിക്ക് പാല് കൊടുത്തോണ്ടിരിക്കുക. എല്ലാവരും ഉറങ്ങാനുള്ള മൂഡിലായി. ഇവിടെ നമ്മൾ ആക്ച്വലി ഒരു 8-8:30 ആകുമ്പോൾ കിടന്ന് ഉറങ്ങാറുണ്ട് പതിവ്. അപ്പോ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഫുഡൊന്നും കാണിച്ചില്ല. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച സെയിം തന്നെ നാരങ്ങാച്ചോറ് അങ്ങനെ അവളുടെ ഡയറ്റ് ഫുഡ് കാര്യങ്ങൾ മമ്മിയും പപ്പയൊക്കെ അവിടെ കഴിക്കുന്നുണ്ട്. അടിപൊളി വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എല്ലാവരും തന്നെ ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. അടുത്ത കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കുറച്ചും കൂടി കളർഫുള്ളും നിങ്ങൾക്ക് കുറച്ചും കൂടി എന്റർടൈൻഡ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം മിസ്റ്റർ അദീ സ്റ്റീഫൻ ലാൻഡ് പറയും. ആ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് എനിക്ക്. അപ്പോ ബൈ.